നമ്മൾ ആരാധിക്കുന്ന ഭഗവാനോ ഭഗവതിയോ നമ്മളുടെ ഒപ്പം ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ തിരിച്ചറിയാം? വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ജപം കൊണ്ടുവരുന്ന വ്യത്യാസത്തെക്കുറിച്ച് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ദേവൻ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ, ഒരു ദേവന്റെ കടാക്ഷം കിട്ടുന്നതൊക്കെ ഒരു വേറെ കാര്യമാണ്, ഒരു അനുഗ്രഹം കിട്ടുന്നത്. അതിനപ്പുറം ആ ദേവന്റെ ചൈതന്യം നമ്മളുമായി ഐക്യപ്പെടുന്നുണ്ട്, നമ്മളുടെ ഒപ്പമുണ്ട്, ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം, സനാതന വിശ്വാസ പ്രകാരം നമ്മൾ ആരാധിക്കുന്ന ഇഷ്ടദേവൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് ഭഗവാൻ. എല്ലാം സൃഷ്ടിച്ചത് ഭഗവാനാണ്. എല്ലാം ഭഗവാന്റെ അധീനതയിൽ തന്നെയാണ്. എല്ലാ കണികയിലും ഭഗവാൻ നിലകൊള്ളുന്നു. എങ്കിലും നമ്മളോടൊപ്പവും ഒരു ശക്തിയായി ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുന്നതിൽ ഒന്നാമത്തെ കാര്യം, എല്ലാ ദേവന്മാർക്കും ഇത് കോമൺ ആണ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ സ്വഭാവം ആ ദേവന്റെ സ്വഭാവമായി മാറുമെന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, ആ ദേവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ഏതു ദേവനെയാണോ നമ്മൾ ഇഷ്ടദേവനായി ആരാധിക്കുന്നത്, ആ ദേവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത്രയും കാലം നമ്മൾക്കില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള, വളരെ സകാരാത്മകമായിട്ടുള്ളൊരു ശക്തി അല്ലെങ്കിൽ എനർജി അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിനു മുൻപ് പലപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ മനസ്സിനൊരു സ്വസ്ഥതയോ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷനോ ഒരു ഏകാഗ്രത ഒന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. പക്ഷേ ഭഗവാനോട് അടുത്ത് കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ നാമജപത്തിലൂടെയും സ്തോത്രജപത്തിലൂടെയും, നമ്മൾ ഭക്തി എന്നുള്ള നിലയിൽ വെച്ചാണ് കാര്യം പറയുന്നത്. അതായത് വലിയ ഉപാസന രീതിയൊന്നുമല്ല നമ്മളുടെ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണക്കാർക്കും നാമത്തിലൂടെ, കലിയുഗം നാമത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ കലിയുഗത്തിൽ നാമസ്മരണയിലൂടെ, നാമജപത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ ഒരു സാധകന് ഉറപ്പായിട്ടും ഇത് തന്നെയാണ്, ഒരു ഉപാസകനും ഈ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു ഭക്തി എന്നുള്ള നിലയിൽ പറയുമ്പോഴും ഇതേ കാര്യം തന്നെയാണ്. ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിൽ അത് പ്രകടമാകും. ബാഹിരായിട്ട് മാത്രമല്ല, ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ വന്ന് നിറയുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മളുടെ ശരീരത്തിൽ തന്നെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് പല ഭക്തരും പറയുന്ന കാര്യമാണ്. ഭക്തിയിലേക്ക് എത്തി ജപവും, അതായത് നാമജപവും സ്തോത്രജപവും തുടങ്ങി ആ ഭഗവാനോടുള്ള ഇഷ്ടം കൂടി വരുമ്പോൾ, ആ ദേവന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പലരും പറയും ചെറിയ തരിപ്പ് അനുഭവപ്പെടാറുണ്ട്, ഒരു ശക്തി കിട്ടിയ പോലെ അനുഭവപ്പെടാറുണ്ട്. പലർക്കും പല രീതിയിലാണെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇത്രയും കാലമില്ലാത്ത അത്രയും പോസിറ്റീവ് എനർജി ഉണ്ടാകും. ആ ക്ഷേത്രത്തിൽ നിന്ന് പോരാൻ തോന്നില്ല. അതിനുമപ്പുറം ആ ക്ഷേത്രത്തിൽ പലരും നിൽപ്പുണ്ടെങ്കിലും അവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ആ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള പ്രകടനങ്ങളും കാണിക്കില്ല, റീൽസ് എടുക്കില്ല, ഒന്നും ചെയ്യില്ല. ആ ഭഗവാനിൽ കോൺസെൻട്രേഷൻ അത്രത്തോളമാകും, അത്രത്തോളം ഏകാഗ്രതമായി ആ ഭഗവാനുമായി ഏകാഗ്രതപ്പെട്ടു പോകുന്ന, അത്രയും ഒന്നാകുന്നൊരവസ്ഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉണ്ടാകും. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യഥാർത്ഥ ഭക്തരാണെങ്കിൽ മതി മറന്ന് നിൽക്കും. ഭഗവാനെ കാണുമ്പോൾ ആ ഭക്തിയിൽ മനമുരുകി നിൽക്കും. ചിലപ്പോൾ നമ്മൾക്ക് കണ്ണീര് വന്നേക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, സങ്കടം, എൻ്റെ മനസ്സിലെ സങ്കടം പറഞ്ഞുള്ള കണ്ണീരല്ല. അതിനപ്പുറം ഒരു നിർവൃതി എന്ന് പറയുമല്ലോ, നിർവൃതി കിട്ടുമ്പോഴുള്ള ഒരു സങ്കടം നമുക്ക് വന്നേക്കാം. അത് ഭക്തിയുടെ ഉന്നതമായ അവസ്ഥയാണ്, ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഭഗവാനെ കാണുമ്പോഴും അല്ലെങ്കിൽ ഭഗവാന്റെ ആ മുഖം കാണുമ്പോഴും, ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹം കാണുമ്പോഴും ഒക്കെ നമ്മൾക്കൊരു നിർവൃതി കൊണ്ടുണ്ടാകുന്നൊരു സങ്കടവും ഒരു തരിപ്പും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന്റെ ചൈതന്യം അടുത്ത് തന്നെയുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഒരു സൈനുമില്ല, ഒരടയാളവുമില്ല എന്ന് തന്നെ പറയാം. നമ്മൾ അത്രയും മതി മറന്ന് നിന്ന് പോകും. ക്ഷേത്രത്തിൽ നിന്ന് വരാൻ പറ്റാത്തത്രയും കാര്യം, ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും. ഭക്തിയുടെ കാര്യം തന്നെ അതാണ്, ഒരു പേഴ്സണൽ കണക്ഷൻ. നമ്മളുടെ ആരോ ആണ് ഭഗവാൻ എന്നുള്ളൊരു തോന്നൽ. നമ്മളുടെ മുത്തശ്ശിയുടെ അടുത്ത് പോകുമ്പോഴോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോഴോ, അമ്മയുടെ അടുത്ത് പോകുമ്പോഴോ, സഹോദരൻ്റെ അടുത്ത് പോകുമ്പോഴോ, കൂട്ടുകാരൻ്റെ അടുത്ത് പോകുമ്പോഴോ ഉള്ളൊരു ഫീൽ നമ്മൾക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകും. ആ ഭഗവാനെ കാണുമ്പോൾ എൻ്റെ ആരെയോ കണ്ടു എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. എൻ്റെ ആരോ ആണ് ആ ഭഗവാൻ, ആ ഭഗവാൻ എൻ്റെ അടുത്ത ആളാണ്. നമ്മളുടെ സ്വന്തം ആളുകളെ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ വരില്ല, അതുപോലൊരു വളരെ വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. ക്ഷേത്രത്തിലെ കാര്യമാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചാൽ വലിയ രീതിയിൽ മാറ്റം വന്നു, ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അല്ലാതെ വലിയ കോടീശ്വരനാകുന്നതോ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അളക്കുന്നത് ഒരാളുടെ കൂടെ ദൈവ അനുഗ്രഹം ഉണ്ടോ, ഭഗവാൻ ഉണ്ടോ എന്ന്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സൈൻ. ഇനി രണ്ടാമത്തെ കാര്യം, ആ ഭഗവാന്റെ ഇഷ്ടാനുഷ്ടങ്ങൾ നമ്മളുടെയും ഇഷ്ടാനുഷ്ടങ്ങളായി മാറും. പണ്ട് ഒരു ഭഗവാനെ ആരാധിക്കുന്നതിന് മുൻപ്, ഇപ്പം നമ്മൾ ആരാധിക്കുന്ന ദേവൻ വളരെ സ്വാത്വികമായിട്ടുള്ള ആരാധനാ പദ്ധതിയിലൂടെ ആരാധിക്കേണ്ട ദേവനാണ്.
എന്ന് വിചാരിക്കുക. കൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണ്, അല്ലെങ്കിൽ മുരുക ഭഗവാനെ ആരാധിക്കുകയാണ്. ഭഗവാനെ ആരാധിച്ച് തുടങ്ങുമ്പോൾ മത്സ്യമാംസം കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പലതരത്തിൽ ചെയ്യുന്ന ഒരാൾ, എന്തെങ്കിലും പ്രവർത്തികളോ ആഹാരമൊക്കെ കഴിക്കുന്ന ഒരാൾ ഭഗവാനെ വിളിച്ചതിന് ശേഷം ഒരു തരത്തിലുള്ള നിർബന്ധവും ഇല്ലാതെ, മറ്റാരും നിർബന്ധിക്കാതെ, അല്ലെങ്കിൽ ഭഗവാനെ പേടിക്കാതെ, ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് മത്സ്യമാംസം ഉപേക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചല്ല, ഓട്ടോമാറ്റിക്കലി മനസ്സിൽ നിന്ന് ഇത് വേണ്ട എന്നൊരു തോന്നൽ വന്നാൽ അത് വലിയ, ഇതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. യഥാർത്ഥ ഭക്തർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അടയാളം പലരിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. ആ ദേവൻ ഏതാണോ, നമ്മൾ ആരാധിക്കുന്ന പദ്ധതി ഏതാണോ, നമ്മൾ ആരാധിക്കുന്ന ദേവൻ എങ്ങനെയാണോ, ആ ദേവന്റെ ഇഷ്ടാനുഷ്ടങ്ങളാണ് നമ്മളുടെ ആയി മാറുന്നത്. അതായത് ഇപ്പം നമ്മൾ ഏത് ദേവനെ ആരാധിക്കുന്നു ആ ദേവന്റെ ഗുണം വരും. ഇപ്പം ചിലർക്ക് മത്സ്യമാംസം ഉപേക്ഷിക്കുന്നതായിരിക്കും, ചിലർക്ക് മറ്റ് പലതുമായിരിക്കാം. എന്താണോ ആ ദേവന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ, അത് ആ ദേവനെ പേടിച്ചല്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തോന്നൽ വന്നാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ആ ദേവൻ വസിക്കുന്ന ക്ഷേത്രമായി മാറി നമ്മളുടെ ഹൃദയം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇന്ന ആഹാരം കഴിച്ചിട്ട് പോകരുത്, ഇന്ന രീതിയിൽ പോകരുത്, ഇന്ന കാര്യങ്ങൾ പാലിച്ച് ഒരു സങ്കല്പം ഏറ്റെടുത്തൊക്കെ പോകണം. പല ക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പറയും ഇത്ര ദിവസം നോയമ്പെടുക്കണം, ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പറയും ഇന്ന ആഹാരങ്ങൾ വർജിക്കണം. കാരണം എന്താണ്? ആ ക്ഷേത്രത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അപ്പോൾ ഭഗവാൻ ഇഷ്ടാനുഷ്ടങ്ങൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വീടാണ്. അപ്രകാരം നമ്മളുടെ ഹൃദയമാകുന്ന കോവിലിലും ഭഗവാൻ വസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ഒരു ഭാവവ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ശക്തിക്ക് കീഴ്പ്പെട്ടാലും, അത് നെഗറ്റീവായിട്ടുള്ള ശക്തികളാകാം, നകാരാത്മക ശക്തികളായിരിക്കാം, അങ്ങനെയുള്ള ശക്തികൾക്ക് കീഴ്പ്പെട്ടാലും ആ രീതിയിൽ നമ്മളുടെ ചിന്ത പ്രവർത്തിക്കും. നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും, തെറ്റുകൾ ചെയ്യും, മോശം പ്രവർത്തികൾ ചെയ്യും. അതേ പ്രകാരം ഭഗവാനാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ മോശം പ്രവർത്തികളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. ഇപ്പം മറ്റൊരാളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ ആളുകളെ കുത്തിപ്പറച്ചിലുകൾ, ഒരാളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വരിക, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് പോകും. ഇപ്പം ചില ദേവന്മാരെ ആരാധിച്ചാൽ ഉറപ്പായും ദേഷ്യം വരും. ആ ദേഷ്യം എന്ന് പറയുന്നത് കാരണമുള്ള ദേഷ്യമായിരിക്കും, ദേഷ്യപ്പെടേണ്ട സ്ഥലത്തുള്ള ദേഷ്യമായിരിക്കും, അസുര ഗുണത്തോടുള്ള ദേഷ്യമായിരിക്കും. അതാണ് ഹനുമാൻ സ്വാമി ആരാധിക്കുന്നവർക്കും കാളിദേവി ആരാധിക്കുന്നവർക്കും നരസിംഹസ്വാമി ആരാധിക്കുന്നവർക്കൊക്കെ ദേഷ്യം വരും. ആ ദേഷ്യം വരേണ്ട സ്ഥലത്തുള്ള ദേഷ്യമാണ്, അല്ലാതെ എപ്പോഴും വരുന്ന ദേഷ്യമല്ല, ആവശ്യമില്ലാത്തടത്ത് വരുന്ന ദേഷ്യമല്ല, പാവങ്ങളുടെ നേരെ വരുന്ന ദേഷ്യമല്ല, ആരെയും മുറിപ്പെടുത്താനുള്ള ദേഷ്യമല്ല. അത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ തോന്നുന്ന രീതിയിൽ ആ ഭഗവാൻ ഉള്ളിൽ കൊടുക്കുന്ന ഒരു തരം ദേഷ്യമാണ്. നമ്മുടെ മുനിമാരും ഋഷിമാരും ഒക്കെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവർ ചെയ്യുന്ന സന്ദർഭം നോക്കണം. അല്ലാത്ത പക്ഷം എല്ലായ്പ്പോഴും അവർ ശാന്തരായിട്ടാണ് ഇരിക്കുന്നത്. ആ സ്വഭാവം തന്നെ നമ്മൾക്കും വരും. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഉചിതം, ആ ഉചിതമായ സ്ഥലത്ത്, മൂന്നാമത്തെ കാര്യം തന്നെ അതായിരുന്നു, വിവേകമുണ്ടാവും. എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള വിവേകമുണ്ടാവും. എത്ര പേർ നമ്മളെ ഒരു തെറ്റിന് പ്രേരിപ്പിച്ചാലും നമ്മൾ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഭഗവാൻ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്യില്ല എന്ന് മാത്രമല്ല, ആ പ്രേരിപ്പിക്കാൻ വന്ന ആൾക്ക് പോലും ഒരു മടുപ്പ് തോന്നും, അല്ലെങ്കിൽ അയാൾ പോലും വേണ്ട എന്ന് കരുതും, ഇവനെ പ്രേരിപ്പിക്കേണ്ടെന്ന് കരുതും. കാരണം നമ്മുടെ കൂടെയുള്ള ശക്തി അത്രത്തോളം വലുതാണെങ്കിൽ ഒരു തെറ്റിനെ നമ്മളെ പ്രേരിപ്പിക്കുകയുമില്ല, വിവേകചിന്ത ഉണ്ടാവും. ഒരു കാര്യം ചെയ്താൽ പിന്നീട് നമ്മൾക്കത് ബാധ്യതയാകുമെങ്കിൽ, പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നമായി വരുമെങ്കിൽ ഭഗവാൻ അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിച്ചു കളയും. അതൊരു വ്യക്തിയായിരിക്കാം, അതൊരു സന്ദർഭമായിരിക്കാം, അതൊരു പ്രത്യേക പ്രവൃത്തിയായിരിക്കാം. ഇപ്പോൾ ചില ബിസിനസ്സിലൊക്കെ നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നതിന് മുൻപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, എന്തോ ഒരു ശക്തി തടഞ്ഞു എന്നൊക്കെ പറയും. അതൊക്കെ എന്ന് പറയുന്നത് ഭഗവാൻ കൂടെയുള്ളപ്പോൾ തന്നെ കാണുന്ന, ഭഗവാൻ അടുത്തുള്ളപ്പോൾ കാണുന്നതാണ് വിവേകബുദ്ധി. ആ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾക്ക് ഈ നിമിഷത്തെക്കുറിച്ച് അറിയുള്ളൂ, പോയ കാര്യത്തെക്കുറിച്ച് അറിയാം, ഇങ്ങനെയൊക്കെ നടന്നു, വരാൻ എന്തിരിക്കുന്നു, എങ്ങനെയൊക്കെ അതിനെ നേരിടണമെന്ന് നമ്മൾക്കറിയില്ല. അപ്പോൾ അതറിയാവുന്ന ഒരു ശക്തി നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ, ആ ശക്തി നമ്മളെ വഴികാട്ടാനാണ് നമ്മളുടെ കൂടെ ഉള്ളതെങ്കിൽ ഉറപ്പായും തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയും. എന്നിട്ട് നമ്മൾ പിന്നീട് അറിയും, നമ്മൾ ഒരുപക്ഷെ ആ കാര്യം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വലിയൊരു ആപത്തിലേക്ക് ചാടിയേനെ, നന്നായി അന്ന് വേണ്ടെന്ന് പറഞ്ഞതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നന്നായി അത് ചെയ്യാഞ്ഞതെന്ന് ചിന്തിക്കും. ഇതാണ് ഭഗവാൻ മൂന്നാമത് ഒരുപാട് കാര്യങ്ങൾ തരും. പക്ഷെ ഞാൻ പറയുന്നതിൽ മൂന്നാമത് പറയുന്നു എന്നുള്ളൂ, വിവേകചിന്ത. എവിടെ എന്ത് ചെയ്യണം, എവിടെ എന്ത് സംസാരിക്കണം, എവിടെ എങ്ങനെ പെരുമാറണമെന്നുള്ള വിവേകചിന്ത ഭഗവാൻ തരും. അതുപോലെ തന്നെ ഒരുപാട് നിമിത്തങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് നിറയും. അതായത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ്, ചില ആളുകളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇയാൾ ശരിയല്ല എന്നുള്ള നിമിത്തം നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇൻഡ്യൂഷൻ, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ബോധം വരും, ഇയാൾ ശരിയല്ല, ഇയാളുടെ കൂടെ കൂടുന്നത് ശരിയല്ല, ഇയാൾ തെറ്റാണ്, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റാണ്. ഇങ്ങനെ ഉള്ളിൽ നിന്നും നമ്മൾക്കൊരു സെൻസ് ഓഫ് ഫീലിംഗ്,
ഇത് തെറ്റാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആ നിമിത്തങ്ങൾ, പലതരത്തിലുള്ള നിമിത്തങ്ങൾ നമ്മൾ അവിടെയും എവിടെയും ദർശിക്കുന്നുണ്ടെങ്കിൽ, നിമിത്തം വലിയ കാര്യമാണ്. നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവർ പോലും പിന്നീട് പറഞ്ഞിട്ടുണ്ട് നിമിത്തത്തിൽ വിശ്വസിച്ച് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതിനെ മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ, ഈ നിമിത്തമായിക്കൊള്ളട്ടെ, ഭഗവാൻ നമ്മളെ വഴികാട്ടുന്നതായിക്കൊള്ളട്ടെ, ഇതൊക്കെ അർത്ഥമാക്കുന്നത് ഭഗവാൻ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട നിമിത്തങ്ങളും, പലതരത്തിൽ നിമിത്തങ്ങൾ കാട്ടിയതിലൂടെ രക്ഷപ്പെട്ടതും അല്ലാതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഭഗവാൻ കൂടെ ഉള്ളപ്പോഴുള്ളതാണ്. നമ്മൾ ഏത് ദേവനെ ആരാധിക്കുന്നോ ആ ദേവൻ, ഞാൻ പറഞ്ഞല്ലോ, ആഹാരക്രമത്തിലും പാലിക്കേണ്ട ചില ശുദ്ധിയുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഓരോ ദേവന്മാരും പദ്ധതിയും ആയിട്ട്. ബാക്കി ഏത് കാര്യം നോക്കിയാലും ഒരു ഭക്തനെ വഴി നടത്തുന്നതായിക്കൊള്ളട്ടെ, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾ അറിവില്ലാത്തൊരു കുട്ടിക്ക് അവനെ ഏത് സ്ഥലത്ത് പോകണം, എങ്ങനെ അവന് ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അവനെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നെല്ലാം നിശ്ചയിക്കുന്നത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആ ഭഗവാന്റെ കയ്യിൽ. ഇവിടെയാണ് ഒരു വലിയ കാര്യം. നമ്മൾ ഭക്തരാണ്, ഭക്തർക്ക് ഒരു കൺട്രോളും ഇല്ല, ശരണാഗതിയാണ്, പൂർണ്ണ സമർപ്പണം. ഭഗവാനോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീരുമാനിക്കും എവിടെ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ സമർപ്പിച്ചൊരു പൂർണ്ണ ഭക്തനാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. എവിടെ എന്ത് ചെയ്യണം എന്നുള്ള വിവേക ബുദ്ധി, നിമിത്തം, ഇതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അതെനിക്ക് എടുത്തു പറയാൻ പറ്റില്ല, ഈ നിമിത്തവും വിവേക ബുദ്ധിയും ഒക്കെ എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ അത്ഭുതകരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടാത്തോടത്ത് വിലക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന കാര്യം നല്ല കാര്യമാണെങ്കിൽ അവിടെ നമ്മളെ കൊണ്ടുപോവുക. ഇപ്പോൾ ചിലപ്പോൾ വിദ്യാഭ്യാസമൊക്കെ വേണ്ട എന്നൊക്കെ വെച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പുതിയ വിദ്യാഭ്യാസത്തിനുള്ള വാതിൽ തുറന്നു വരുന്നത്. ബിസിനസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു ബിസിനസ്സിനുള്ള നിമിത്തം എവിടെ നിന്നോ ഉണ്ടാകുന്നത്. ഒരു ജോലി കിട്ടാതിരിക്കുമ്പോഴായിരിക്കും, വലിയൊരു ജോലിയാണല്ലോ പോയെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അതിനേക്കാൾ നല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജോലി കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചിലരൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കും, പ്രാർത്ഥിക്കും ഭഗവാനോട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടില്ല, അപ്പോൾ സങ്കടപ്പെടും, ഭഗവാനെ കുറ്റം പറയും. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിനേക്കാൾ നല്ലൊരു ജോലി ഭഗവാൻ നമുക്ക് കൊണ്ടുതരുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഇതിനു വേണ്ടിയായിരുന്നോ ഭഗവാനെ അത് മാറ്റിയത്? അപ്പോൾ എല്ലാം അറിയാവുന്നവൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, എല്ലാം അറിയാവുന്ന പ്രപഞ്ചശക്തി ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാനിലേക്ക് ശരണാഗതി ആകുമ്പോൾ ഇതുപോലുള്ള പല അത്ഭുതങ്ങളും നമ്മൾ അനുഭവിക്കും. അപ്പോൾ അങ്ങനെ വല്ല അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ വളരെ മോശം സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിലൊന്നും നിരാശപ്പെടരുത്. ഭഗവാനിൽ നമ്മളുടെ വാഹനത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കുക, ഭഗവാൻ കൊണ്ടുപോയിക്കോളൂ. ഇതൊക്കെയാണ് ഭഗവാന്റെ ഭക്തന്മാരുടെയും നമ്മൾക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പരിശോധിച്ചാൽ കിട്ടുന്ന ചില കാര്യങ്ങൾ. ഇതിനും അപ്പുറമുണ്ട്. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള അഷ്ടഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അഹോബിലം.